യുദ്ധവും രക്തച്ചൊരിച്ചിലും മാത്രം കണ്ട് ശീലിച്ച് ഗാസയുടെ മണ്ണിലേക്ക് സമാധാനം കൊണ്ടുവരാൻ ഇനി അമേരിക്കയും ഇന്ത്യയും കൈകോർക്കുമോ? ലോകം കണ്ട ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ എന്ന് ട്രംപ് വിശേഷിപ്പിക്കുന്ന ഗാസയുടെ പുനർനിർമ്മാണം ഒരു പുതിയ ഗ്ലോബൽ ബോർഡിന് കീഴിലേക്ക് മാറുകയാണ്. ലോക രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ ഗാസയിലെ യുദ്ധത്തിന് ശേഷം അവിടുത്തെ ഭാവി ആര് നിശ്ചയിക്കും? ഇതിന് ഉത്തരവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിക്കഴിഞ്ഞു. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനുമായി ട്രംപ് രൂപീകരിച്ചിരിക്കുന്ന ബോർഡ് ഓഫ് പീസ്, ഈ പുതിയ ആഗോള സംഘടനയിലേക്ക് ഇന്ത്യക്ക് ഔദ്യോഗിക ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. ബോർഡ് ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭയെ പോലും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ പവർഫുൾ സമിതിയിലേക്ക് ഭാരതത്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നു. ഈ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്ക് ലഭിച്ച ക്ഷണം അതൊരു ചെറിയ സംഭവമല്ല. UN അംബാസിഡർ സെർജിയോ ഗോർ വഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഈ ചരിത്രപരമായ ക്ഷണം കൈമാറിയിരിക്കുന്നത്. ലോകം മുഴുവൻ അമ്പരപ്പോടെ നോക്കുന്ന ട്രംപിന്റെ ഈ ഒരു 20 പോയിന്റ് പീസ് പ്ലാൻ എന്താണ്? ഇന്ത്യയുടെ പങ്കാളിത്തം ഗസയിൽ എന്ത് മാറ്റമുണ്ടാക്കും? ഗസയെ സമാധാനത്തിലേക്ക് നയിക്കാനാണോ അതോ വൻകിട ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനാണോ ട്രംപ് ഇന്ത്യയെ ക്ഷണിക്കുന്നത്? ലോകത്തെ ഞെട്ടിച്ച ട്രംപിന്റെ 20 പോയിന്റ് പീസ് പ്ലാനും അതിൽ ഇന്ത്യയുടെ പങ്കും പരിശോധിക്കാം. ട്രംപിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ദ മോസ്റ്റ് ഇംപ്രസീവ് ആൻഡ് കോൺസിക്വൻഷ്യൽ ബോർഡ് എവർ അസംബിൾഡ്, അതായത് ചരിത്രത്തിൽ ഇന്നുവരെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്വാധീന ശക്തിയുള്ളതും നിർണായകവുമായ ഒരു സമിതിയാണിത്. വെറുമൊരു സമാധാന ചർച്ചാ വേദിയല്ല ട്രംപ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്, മറിച്ച് യുദ്ധാനന്തര ഗാസയുടെ ഭരണ സംവിധാനം, സാമ്പത്തിക നിക്ഷേപം, പുനർനിർമ്മാണം എന്നിവയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു അധികാര കേന്ദ്രമായി ഈ ബോർഡ് പ്രവർത്തിക്കും. ഗാസയുടെ ഭാവി ഇനി നിയന്ത്രിക്കപ്പെടുന്നത് അമേരിക്ക തയ്യാറാക്കിയ ഒരു 3 ലെയർ സിസ്റ്റത്തിലൂടെയാണ്. ഇതിന്റെ അധികാരം എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഈ സമിതിയിലാണ് ഗാസയിലെ ഫണ്ടിങ്ങും തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതിന്റെ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഇതിലെ അംഗങ്ങൾ എല്ലാവരും ഇസ്രായേൽ അനുകൂല നിലപാടുള്ളവരോ അല്ലെങ്കിൽ ട്രംപിന്റെ വിശ്വസ്തരോ ഒക്കെയാണ്. ഇതിൽ എക്സിക്യൂട്ടീവ് ബോർഡുണ്ട്. ഇതിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ, ട്രംപിന്റെ മരുമകൻ ജേറഡ് കുഷ്നർ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, വേൾഡ് ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ എന്നിവർ അംഗങ്ങളായിരിക്കും. അടുത്തത് ഗാസ എക്സിക്യൂട്ടീവ് ബോർഡാണ്. രണ്ടാമത്തെ തട്ടിലുള്ള ഈ ബോർഡാണ് ഗാസയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്നത്. ഇതിൽ ഖത്തർ, ഈജിപ്ത്, തുർക്കി, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഉൾപ്പെടുന്നുണ്ട്. ഗാസയിലെ അവശ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഇവരുടെ ദൗത്യം. ഇനി NCAG, അതായത് നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ. ഗാസയിലെ സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ സിവിൽ കാര്യങ്ങൾ നോക്കാൻ ഡോക്ടർ അലി ഷാത്തിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ വിദഗ്ധരുടെ ഒരു സമിതി ഉണ്ടാകും. ഇവർ ഈ ബോർഡിന് കീഴിലാകും പ്രവർത്തിക്കുക. ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ ഇവർ കൈകാര്യം ചെയ്യും. എന്നാൽ മേലെയുള്ള അമേരിക്കൻ ബോർഡിന്റെ അനുവാദമില്ലാതെ ഇവർക്ക് എത്രത്തോളം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ ഇനിയൊരു കൗതുകരമായ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ബോർഡിൽ സ്ഥിര അംഗത്വം ലഭിക്കണമെങ്കിൽ ആദ്യ വർഷം തന്നെ $1 ബില്യൺ, ഏകദേശം 8300 കോടി രൂപ ക്യാഷ് ഫണ്ടായി നൽകണം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം 3 വർഷത്തെ ടെമ്പററി, അതായത് താൽക്കാലികമായിട്ടുള്ള കാലാവധി മാത്രമായിരിക്കും ലഭിക്കുന്നത്. ഈ ഒരു തുക ഗാസയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ കാനഡ, ഈജിപ്ത്, തുർക്കി, അർജന്റീന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരവും അതുപോലെ തന്നെ ഒരു വലിയ വെല്ലുവിളിയുമാണ്. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടിനെ ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം എങ്ങനെ ബാധിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ പങ്കുവഹിക്കാൻ സാധിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ സൂചന നൽകിയിരുന്നതാണ്. IT, ഇൻഫ്രാസ്ട്രക്ചർ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇന്ത്യക്കുള്ള കരുത്ത് ട്രംപിനും അറിയാം. ഇതുകൂടാതെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇതിൽ അംഗമാകുന്നത് ട്രംപിന്റെ ഈ ഒരു ബോർഡിന് വലിയൊരു വിശ്വാസ്യത, അതും ആഗോളതലത്തിൽ ഒരു വിശ്വാസ്യത നൽകും. എന്നാൽ ഐക്യരാഷ്ട്രസഭയെ മറികടന്നുകൊണ്ട് ട്രംപ് സൃഷ്ടിക്കുന്ന ഈ സമാന്തര സംവിധാനം ചൈനയെയും റഷ്യയും ചൊടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. ഹമാസിനെ പൂർണ്ണമായും നിരായുധരാക്കി ഗാസയെ ഒരു ടെറർ ഫ്രീ സോൺ ആക്കി മാറ്റുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇതിനായി ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ അവിടെ വിന്യസിക്കാനും പ്ലാനുണ്ട്. എന്നാൽ ഇതിൽ ഇന്ത്യൻ സൈന്യത്തെ അയക്കാൻ ഇന്ത്യ തയ്യാറായേക്കില്ല. പകരം പുനർനിർമ്മാണ കരാറുകളിലും സാമ്പത്തിക ഭരണത്തിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. ഗാസയുടെ ഭാവി ഇനി ദവോസിലും വാഷിംഗ്ടണിലും ഇരുന്നാണ് എഴുതപ്പെടാൻ പോകുന്നത് എന്ന് ചുരുക്കം. ട്രംപിന്റെ ഈ നീക്കം സമാധാനമാണോ അതോ മറ്റൊരു ബിസിനസ് ഡീലാണോ എന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യ ഈ കത്തുമായി മുന്നോട്ട് പോകുമോ അതോ തങ്ങളുടെ തനതായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ? ഒരു കാര്യം ഉറപ്പാണ്,
ഐക്യരാഷ്ട്രസഭയെ പോലുള്ള പരമ്പരാഗത സംവിധാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകകാര്യങ്ങളിൽ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന ഒരു പുതിയ ശൈലിക്കാണ് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടിരിക്കുന്നത്. ഗാസയിലെ മണ്ണിൽ ഇന്ത്യയുടെ സാന്നിധ്യം ട്രംപ് ആഗ്രഹിക്കുമ്പോൾ അത് ഭാരതത്തിന്റെ വളരുന്ന ആഗോള സ്വാധീനത്തിനുള്ള അംഗീകാരം കൂടിയാണ്. പക്ഷേ വെറും ഒരു സാമ്പത്തിക നിക്ഷേപം എന്നതിലുപരി പതിറ്റാണ്ടുകളായി ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന പലസ്തീൻ നയം ഈ ബോർഡിലെ അംഗത്വത്തോടെ എങ്ങനെ മാറുമെന്നത് വളരെ നിർണായകമാണ്. ട്രംപിന്റെ ഈ സമാധാന പരീക്ഷണം ഗാസയിൽ വിജയിക്കുമോ അതോ ലോകം മറ്റൊരു വലിയ രാഷ്ട്രീയ ചതുരംഗത്തിന് സാക്ഷ്യം വഹിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.